ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും രാഹുൽ ഈശ്വരുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകൾ വായിച്ചാൽ തന്നെ നമുക്ക് കേരളത്തിലെ സംഖ്യകളുടെ ഒരു നിലവാരം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവും. കാരണം ഈ സംഖ്യകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരാളാണ് രാഹുൽ ഈശ്വർ. രാഹുൽ ഈശ്വറിൻ്റെ ഒരു ഹിന്ദുവാണ്, പോരാത്തതിന് നല്ല സനാതനം മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. പിന്നെ സംഖ്യകളെയും രാഹുൽ ഈശ്വരനെയും തമ്മിൽ നമ്മൾ വേർതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ലവൻ്റെയൊക്കെ തലയ്ക്കകത്ത് ചാണകവും രാഹുൽ ഈശ്വറിന്റെ തലയ്ക്കകത്ത് നല്ല ഒന്നാന്തരം തലച്ചോറുമാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ രാഹുൽ ഈശ്വർ ഒരു സംവാദത്തിൽ പങ്കെടുത്തു. ആ സംവാദത്തിൽ പങ്കെടുത്തപ്പം ഈ ഇസ്ലാമിനെ കുറിച്ചിട്ട് വിമർശിച്ചിട്ടുള്ള ഒരു ഒന്നാന്തരം വേട്ടാവളിയൻ എന്ന് പറഞ്ഞാൽ പോരാ, ഇവന് 10 പൈസയുടെ വിവരവും ബുദ്ധിയില്ല എന്നുള്ളത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ചിരിച്ച് നമ്മളൊരു വഴിയാവും. പോരാത്തതിന് ഇവനെ പോലുള്ള മണ്ടന്മാരൊക്കെ ഇതുപോലുള്ള സംവാദത്തിനൊക്കെ വരുമ്പോഴേ അറ്റ്ലീസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കണം ഇസ്ലാം എന്താണെന്നും. അതാ ഞാൻ പറഞ്ഞത്, രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി ഖുർആൻ ആയിക്കോട്ടെ, ബൈബിൾ ആയിക്കോട്ടെ, ഭഗവത്ഗീത ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ ഗ്രന്ഥങ്ങളും അരച്ച് കലക്കി കുടിച്ചിട്ടുള്ള, പ്രായം കൊണ്ട് ചെറുതാണെങ്കിലും പുള്ളിക്കാരൻ്റെ വിവരം ഭയങ്കരമാണ്. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തിയെ ഇത്രയധികം സ്നേഹിക്കുകയും അദ്ദേഹത്തെ ഇത്രയധികം സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന എന്താണ്, നല്ലൊരു സനാതനിയാണ്, നല്ലൊരു ഹിന്ദുവാണ്. ഒരു മതത്തെയും കുറിച്ചിട്ട് അദ്ദേഹം തെണ്ടിത്തരോ തെമ്മാടിത്തരോ പറയില്ല. കാര്യങ്ങൾ കൃത്യമായിട്ട് യവൻ്റെ മുഖത്ത് നോക്കിയും ചങ്കൂറ്റത്തോടെ പറയുന്ന ഒരു ഒന്നാന്തരം ആൺകുട്ടി ആയതുകൊണ്ട് മാത്രമാണ് രാഹുൽ ഈശ്വറിനെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന. രാഹുൽ ഈശ്വർ അങ്ങേക്ക് ഒരു ബിഗ് സല്യൂട്ട് തരികയാണ്. കാരണം ഈ മരവാണത്തെ പൊളിച്ചടുക്കിയില്ലേ, അതിനൊരു വലിയൊരു സല്യൂട്ട്. അപ്പം പിന്നെ നമ്മൾ ഇന്നേ വരെ കേൾവിയില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ ഇന്നേ വരെ അറിയാത്ത ഒരു വലിയൊരു സംഭവമായിട്ടാണ് ഈ അനിൽ എന്ന് പറയുന്ന ഈ ഒരു മരവാണ സംഘി ഈ ഒരു സംവാദത്തിനകത്ത് വന്നിട്ട് തേഞ്ഞൊട്ടിയെന്ന് പറഞ്ഞാൽ പോരാ, കാലെ വാരി കറക്കി നിലത്തടിക്കുന്ന ഒരു കിഡിലൻ വീഡിയോ. ഈ ഒരു വീഡിയോ കണ്ടില്ല എന്നുണ്ടെങ്കിൽ വലിയൊരു നഷ്ടമായിരിക്കും. രാഹുൽ ഈശ്വറിനെ ഇഷ്ടപ്പെടാത്തവർ പോലും ഒരു പക്ഷേ ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ടു പോകും. കാരണം സത്യത്തിൽ എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ മറ്റേ ജാമിദായും അതുപോലെ തന്നെ മറ്റേ സെപ്റ്റി ടാങ്കിലെ കീടാണുക്കളുണ്ടല്ലോ, അലിയാക്കത്ത്, പിന്നെ ജബ്ബാർ എന്നൊക്കെ പറഞ്ഞ് മുസ്ലിം നാമധാരികളായിട്ടുള്ള പിഴച്ചു പറ്റിട്ടുള്ള ചില സന്തതികളുണ്ടല്ലോ, അതായത് സംഘപരിവാറിൽ നിന്നും അവർ കോരിക്കുടിക്കുന്ന അമേദ്യം അമൃതാണെന്നും പറഞ്ഞ് കുടിച്ചിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ചിട്ടും ഇസ്ലാമിക ഗ്രന്ഥങ്ങളെ കുറിച്ചിട്ടൊക്കെ വളരെ തെറ്റായിട്ടുള്ള സന്ദേശങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്യുന്ന ഈ പരമ വിഡ്ഢികളുണ്ടല്ലോ, ഈ വിഡ്ഢികൾക്ക് സത്യത്തിൽ ഈ ഒരു വീഡിയോ ഞാൻ അങ്ങോട്ട് സമർപ്പിക്കുകയാണ്. കാരണം നിന്നെപ്പോലുള്ള ആളുകൾക്ക് ബുദ്ധിയും വിവരമുള്ള ഹൈന്ദവ സഹോദരങ്ങൾ തരുന്ന മറുപടി തന്നെ ധാരാളമാണ്. വേറെ ആരും കൊടുക്കേണ്ട കാര്യമില്ല. ഒരു കിഡിലം വീഡിയോ, ഒരു രക്ഷയില്ലാത്ത സാധനം. ഇത് കണ്ടില്ലെങ്കിൽ വലിയ നഷ്ടമാവും. കണ്ടിട്ട് നമ്മുടെ ഇന്നത്തെ ലൈക്കും കമൻറ്റും എല്ലാം നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം സഹോദരനായിട്ടുള്ള രാഹുൽ ജിക്ക് തന്നെ കൊടുക്കുക. അപ്പോൾ വീഡിയോ കാണുക. ആര് കേട്ടാലും വിശ്വസിക്കില്ലാലും ഞാനൊരു കാര്യം പറയാം. ഖുറാനകത്ത് ഇത് നമ്മുടെ ഇന്ത്യയിലെ ഒരു കോടതി തന്നെ നിരോധിച്ചിട്ടുണ്ട്. 27 ആയത്തുകൾ പറഞ്ഞ് ഇത് പാടില്ല, എടുത്തു മാറ്റണം എന്ന് പറഞ്ഞു. ഖുറാന്റെ അകത്ത് എടുത്തു മാറ്റി. ഓഹോ, അങ്ങനെയാണല്ലേ? ആയിട്ടൊന്നുമില്ല, അത് വേറെ കാര്യം. പക്ഷെ കോടതി പറഞ്ഞതാണ്. ഇനിയാണ് എന്റെ ഷോ. ഈ സംവാദത്തിൽ ഞാനൊരു ഓഫർ മുമ്പോട്ട് വെക്കുകയാണ്. ഞാൻ ഈ സംവാദത്തിൽ തോറ്റു എന്ന് പരസ്യമായി സമ്മതിക്കാനും അദ്ദേഹം പറയുന്നതാണ് ശരിയെന്ന് അക്സെപ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ കൂടെ കൂടാനും തയ്യാറാണ്. ഒരൊറ്റ ചോദ്യത്തിന് അത്ര അദ്ദേഹം പറയുകയുണ്ടായി, ഇന്ത്യയിൽ ഒരു കോടതി ഖുറാൻ ബാൻ ചെയ്തു, ഖുറാന്റെ വേഴ്സ് ബാൻ ചെയ്തു. നിങ്ങൾ കേട്ട് കാണും. അത് ഏത് കോടതിയാണെന്നൊന്ന് പറയാം. എന്താ ഉറക്കം വരുന്നു? എന്റെ അമ്മയെ ആവേശത്തിനേറെ ഓരോ ഏറ്റെടുക്കുകയും ചെയ്ത് ഇനിയിപ്പോ എന്താ ചെയ്യാ? അല്ല, എന്റെ സമയമാണ്. ഞാൻ ആ സമയം ത്യജിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇന്ത്യയിൽ ഏത് കോടതിയാണ് ഖുറാൻ ബാൻ ചെയ്തത്? അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? നമ്മൾ നാളെയും കാണണ്ടേ? ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഇന്ന് വല്ലതും നടക്കുവോ? പറ്റില്ലേ, ബലം പിടിക്കണ്ട, വിട്ടുകളഞ്ഞേക്ക്. സാറിന് ടോയ്ലറ്റ് പോകാൻ പറ്റുന്നുണ്ടോ? ഫേസ് വല്ലാണ്ടിരിക്കണു. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങോട്ട് പുലിവാല പിടിച്ചിട്ടില്ല. ഇവനൊക്കെ എത്ര മുക്കിയാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. ഈ ചോദ്യങ്ങളെല്ലാം എനിക്കുണ്ട്. എന്റെ സമയം ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. എന്നെ നാണം കെടുത്തരുത്. അപ്പൊ നിനക്ക് നാണുണ്ടോ? A few moments later.
അവസാനം നമ്മൾ കണ്ടുപിടിച്ചു. 1986 ഡൽഹി കോടതി കേസാണ്. ഓ എന്താ സംഭവം പറ കേക്കട്ടെ. 1986 ഇത് 80കളുടെ മധ്യത്തിൽ നടന്നൊരു സംഭവത്തിൽ ഇതായിട്ടാണ്. അതെപ്പോ വാപ്പ അഴകെ ഉണ്ട്. എത്രയൊക്കെ ശ്രമിച്ചാലും സത്യം മായ്ച്ചുകളെ നിങ്ങൾക്കാവില്ല. എന്ത് ഹൈക്കോടതി ഇതല്ല, സോറി, എനിക്ക് കിട്ടിയ റിസൾട്ട് തെറ്റിപ്പോയി. ഇത് കൽക്കട്ട ഹൈക്കോടതിയിൽ നിരോധിക്കണം എന്ന് പറഞ്ഞിട്ടൊരു ഇത് കൊടുത്തിരുന്നു. അയ്യോ എന്നിട്ട് എന്ത് പറ്റി? അത് കോടതി തള്ളുകയുണ്ടായി. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. അതല്ല, വേറൊരു ഇതുണ്ട്. പക്ഷെ വെറുതെ കിടന്ന് ഉരുളാദാശനെ. അത് അല്ല, ഇപ്പോഴില്ല, 2021 അതൊന്നുമല്ല. അവന്റെ ആത്മവിശ്വാസം തർക്കമില്ല. അത് ഞാൻ പറഞ്ഞ അടുത്ത ചോദ്യം ചോദിക്കാം. പറയുമ്പോ ഫീൽ ചെയ്യരുത്. നിങ്ങൾക്ക് ഈ പണി പറ്റിയതല്ല. നോക്കി എടുത്തോളുക, ഞാൻ ഉത്തരം പറയാം. ഇനി എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ 2021 വസീം റിസ്വി എന്ന് പറയുന്നത്, എനിക്ക് പേഴ്സണലി അറിയാവുന്ന, ഞങ്ങളോടൊക്കെ ചർച്ചയ്ക്ക് ഇരിക്കാറുള്ള ഒരു വ്യക്തി ഒരു PA കൊടുത്തു. മുസ്ലിം നാമധാരിയാന്നേ ഉള്ളൂ. 26 വേഴ്സസ് ഖുറാനിൽ നിന്ന് റിമൂവ് ചെയ്യണമെന്ന്. സുപ്രീം കോടതിയിൽ ഉത്തരം എന്താണെന്ന് അറിയാമോ? അയാൾക്ക് 50,000 രൂപ ഫൈൻ അടിച്ചു. നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റൺഔട്ട് ആവുന്നത് എന്ത് ഘട്ടമാണ്. അത് നിങ്ങളുടെയോ നിങ്ങളുടെ പങ്കാളികളുടെയോ പിഴവ് കൊണ്ടാവാം. അതാണ് സുപ്രീം കോടതി യഥാർത്ഥത്തിൽ ചെയ്തത്. ഇതാ പറയുന്നത് ദൈവമുണ്ടെന്നും അന്തിമ വിജയം സത്യത്തിന് മാത്രമായിരിക്കുമെന്നും. ഇതിന്റെ പ്രശ്നം എന്താ അറിയാം? അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ മുഖ്യധാരയിൽ പലപ്പോഴും ഇടുമ്പോൾ ഇസ്ലാമോഫോബിയ എന്ന് പറയും. അതുകൊണ്ട് വാട്സപ്പിൽ നമുക്ക് പലപ്പോഴും ഇടാം. ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി നമ്മുടെ നാടിന്റെ ഒരു വലിയ പ്രശ്നമാണ്. 100% ഞാൻ യോജിക്കുന്നു. ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പെട്ടുപോകരുത്. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? വേദനിക്കണു കേട്ടോ, മനസ്സ് വേദനിക്കണു. വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ അർത്ഥസത്യങ്ങൾ കൊണ്ട് യഥാർത്ഥ സത്യത്തെ മറച്ചു വെച്ച് അങ്ങനത്തെ പ്രൊപ്പഗാൻഡ ഉണ്ടാക്കുന്നതാണ്. പറഞ്ഞു കൊടുക്കണ്ടേ ഡോക്ടറെ, ഞാൻ ഇത് ആദ്യം മുതലേ പറയുന്ന. എന്റെ തലയിൽ സംഗതി ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. വാട്സപ്പിൽ ഓരോരുത്തരും ഓരോ ദിവസവും അടിച്ചു വിടുന്നത് നമ്മളെ പറ്റിക്കാനാണ്. പൊട്ടന്റെ മുമ്പിൽ ശങ്കൂതണമാരി ഞാൻ ഈ കാര്യം പറയാൻ തുടങ്ങിയത് വർഷം കുറയായി. നീ ഒറ്റ ഒരുത്തം കാരണം മാനവ മര്യാദയ്ക്ക് ജീവിക്കുന്ന എനിക്ക് മനസമാധാനത്തോടെ വഴി നടക്കാൻ പറ്റാണ്ടായി. ഇത് വെറും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയാണ്. യഥാർത്ഥത്തിൽ സുപ്രീം കോടതി സംഭവിച്ച അയാൾക്ക് 50,000 രൂപ ഫൈൻ അടിച്ചു കൊടുത്തു. നിങ്ങളെ അപമാനിക്കാനാണോ ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കണേ? ചൂടാവല്ല കേസി, അയാൾ പറയണത് പോയിന്റ് അല്ലേ? ചേട്ടായി ഇനി നമ്മൾ എന്ത് ചെയ്യും? ആലോചിക്കാം, നീയും ആലോചിക്കും. അതുകൊണ്ടാണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഈ ഒരു സഹോദരനെ നമ്മൾ നെഞ്ചോട് ചേർത്ത് വെക്കുന്നത്. ഇതൊരു മുസ്ലിം പണ്ഡിതനൊന്നും അല്ല ഇതിനൊരു മറുപടി കൊടുത്തത്. സംവാദത്തിനൊക്കെ വരുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കണ്ടേ. ഇത്രയും ഇസ്ലാമിനോടുള്ള ഒരു വിരോധം മനസ്സിൽ വെച്ചുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ചിട്ട് വിമർശിക്കാനായിട്ട് ഇതുപോലത്തെ ചില മരവാണങ്ങളെ ഈ സംഘപരിവാർ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓരോ വർഷവും ഇങ്ങനെ അടവച്ച് വിരിയിപ്പിച്ച് ഇങ്ങനെ പുറത്തേക്ക് ഇറക്കി വിടും. അവസാനം സംവാദത്തിന് വരുമ്പോഴത്തേക്ക് അടിയും ഇടിയും തൊഴിയും കണ്ട് കാലേ വാരി താറാവിനെ നിലത്തടിക്കുന്ന കണക്ക് അടിച്ച് നിരത്തി നിലംപരിശാക്കിയിട്ടാണ് ഈ ബുദ്ധിയുള്ള ആൾക്കാരെ ഓടിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഈ അനിൽ വേട്ടാവളി എന്ന് പറഞ്ഞ ഇവന് രാഹുൽ ഈശ്വർ കൊടുത്ത മറുപടി ഉണ്ടല്ലോ, അത് മാസം എന്ന് പറഞ്ഞാൽ പോരാ, വേറെ ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം. വീഡിയോ അത് കണ്ടില്ലെങ്കിൽ വലിയ നഷ്ടമല്ലായിരുന്നോ? അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ട് കാണും. ഇന്നത്തെ നമ്മുടെ ലൈക്കും കമൻറ്റും എല്ലാം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനായിട്ടുള്ള രാഹുൽ ഈശ്വരനെ കൊടുക്കുക. ഇനിയും രാഹുൽ ഈശ്വരനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. കാരണം ഇവിടെ പല മതപണ്ഡിതന്മാരും സംവാദങ്ങളിൽ പങ്കെടുക്കാൻ വരാത്ത സമയങ്ങളിലാണ് രാഹുൽ ഈശ്വരനെ പോലെ ആൾക്കാർ ഇങ്ങനെ സംവാദത്തിൽ വന്നിട്ട് എതിരാളികൾക്ക് അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്ന മറുപടി കൊടുക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി രാഹുൽജി ബിഗ് സല്യൂട്ട്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.